നമസ്കാരം ഗൈസ്. ഇന്ന് മുരിങ്ങക്കായും ചക്കക്കുരു ഇട്ട ഒരു അടിപൊളി തോരനാണ്. ചക്കക്കുരു കിട്ടിയിട്ട് കുറേ നാൾ അങ്ങനെ എളുപ്പത്തിന് കുറച്ച് ചക്കക്കുരു കിട്ടി. ഇങ്ങനെ മുരിങ്ങക്കായും കിട്ടി. മുരിങ്ങക്കായ്ക്ക് ഇപ്പോൾ വില കുറവാണ്. അടിപൊളി ചക്കക്കുരുവാണ്. ഈ ചക്കക്കുരു ഇങ്ങനെ തോലെല്ലാം എടുത്ത് ചെറുതായിട്ട് കീറി അരിഞ്ഞതിന് ശേഷം അതിനാവശ്യമായ സാധനം ഒരു മുളകെടുത്ത് കീറി വെച്ച് കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. മുളകെന്ന് പറഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് സാമ്പാർ മുളകാണ്. ഇനി ഇതിന് അരയ്ക്കേണ്ട സാധനം ചെറിയ ഉള്ളി, കുറച്ച് തേങ്ങ, ജീരകം, സാധാരണ മുളക്, കറിവേപ്പില, ഇത്രയും സാധനം കൂടെ നമുക്ക് മിക്സിയിൽ വെച്ചൊന്ന് ചതച്ചെടുക്കാം. ഇത്രയും സാധനങ്ങളുണ്ട്. ചെറിയ ഉള്ളി കുറച്ചൊരു 4-5 എണ്ണം. ചെറിയ ഉള്ളിയാണ് രുചി തരുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഇനി നേരത്തെ എടുത്ത ആ മുളകും ചെറിയ ഉള്ളിയല്ല സവാളയും എടുത്തിട്ട് ചക്കക്കുരുവും കൂടെ ഇട്ട് ചക്കക്കുരു മൊത്തം ഒരു ചെറിയൊരു കുക്കറിൽ ഇടുക. കുക്കറിലിട്ട് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞിട്ട് എടുത്ത മുരിങ്ങ, നല്ല പൊളന്നെടുത്ത മുരിങ്ങക്കായും കൂടെ അതിനകത്തിട്ടിട്ട് കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കണം. ഒരു സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയത് ഇങ്ങനെ ഒന്ന് കുലുക്കി എടുത്തതിന് ശേഷം 1 ഗ്ലാസ് വെള്ളം എടുക്കുക. വെള്ളം കുറച്ചേ എടുക്കാവൂ. വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ അത് വെന്തുടഞ്ഞു പോകും. അതായത് 1 ഗ്ലാസ് വേണ്ട, 1/2 ഗ്ലാസ് വെള്ളം ഒന്ന് ആവശ്യത്തിന് ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ച് അടച്ച് ഗ്യാസിൽ വെച്ച് ചെറിയ ഫ്ലെയിമല്ല, ഒരു 3/4 ഫ്ലെയിമിലോട്ട് ഇത് കണക്കൊന്ന് വയ്ക്കുക. ഒറ്റ സൗണ്ട് ഇതുപോലെ ഒറ്റ സൗണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നേരത്തെ എടുത്ത പച്ചമുളകും അതിലൊക്കെ ചെറിയ ഉള്ളിയും തേങ്ങയും ജീരകവും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ടൊന്ന് അരച്ച് മിക്സിയിലിട്ടൊന്ന് ചതച്ച് ജാറിലിട്ടിട്ടുണ്ട്. അതിനെ ഒന്ന് ചതച്ചെടുക്കുക. ഇതേ കണക്ക് ചതച്ചെടുക്കുക. അപ്പോൾ ഗ്യാസ് സൗണ്ട് ഇപ്പം ഗ്യാസിൻ്റെ ഇത് വരാറായിട്ടുണ്ട്. വിസിലിപ്പം കേൾക്കും അനങ്ങിയിട്ടുണ്ട്. ഒറ്റ സൗണ്ട് കേട്ടോടെ ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 2 മിനിറ്റ് ഒന്നും വേണ്ട, 1 മിനിറ്റ് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ എയറെല്ലാം തുറന്നിട്ട് ഇത് എനിക്ക് തുറന്നെടുക്കുക. വേണ്ട, അതേ കളറായിരിക്കുന്നുണ്ടല്ലോ, പച്ച കളറായിരിക്കും. വെന്തുടഞ്ഞിട്ടില്ല. അത് സൗണ്ട് കേട്ട് അത്രയും നേരം വെച്ചിരുന്ന അതെല്ലാം വെന്തുടഞ്ഞ് പോകും. കേട്ടോ, ഇത് കണക്കുണ്ട്. അടിപൊളിയായിട്ട് വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് കുക്കറിനകത്തും അത് പിടിച്ചിട്ടില്ല. ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് നമ്മളത് വെച്ചിട്ടുള്ളത്. നല്ല സൂപ്പറായിട്ട് ആ മുളക് കുക്കറിൻ്റെ അടിയിൽ ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ട് ഒന്നും പോലുമില്ല. കണ്ട, സൂപ്പറായിട്ട് വെന്ത് വന്ന് അത് അപ്പോൾ തന്നെ നമ്മൾ വെച്ച് സൗണ്ട് കേട്ടോടെ തുറന്ന് വിടണോണ്ടാണ് ഗ്യാസ് തുറന്ന് വിട്ടിട്ട് എടുക്കുന്നത്. ഇനി ഒരു പാനിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടിട്ട് അതിൽ ശകലം മഞ്ഞപ്പൊടിയും കൂടെ ഇടുക. മഞ്ഞപ്പൊടി ഇട്ട് നേരെ അരച്ച ആ തേങ്ങ അരപ്പെല്ലാം കൂടെ എടുത്ത് ഇതിനകത്തോട്ട് ഇടുക. ഇട്ടൊന്ന് കിണ്ടിയെടുക്കുക. അതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട, ഒന്ന് കിണ്ടിയെടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നേരത്തെ വേവിച്ച് വെച്ചിരുന്ന മുരിങ്ങക്കായും ചക്കക്കുരുവും കൂടെ അടിപൊളി ടേസ്റ്റ്, അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ച കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലിട്ട് ഒന്ന് ഇളക്കിയതാ. സൂപ്പറായി തോരൻ, ചക്കക്കുരു തോരൻ. ഒരു വാഴയിലയും വെച്ച് അടച്ച് കുറച്ച് നേരം അങ്ങ് വെച്ചേക്കുക. ആഹാ, ഇത് കണക്ക് തുറന്നെടുക്കപ്പം സൂപ്പർ തോരനായിരിക്കും. കണ്ട, നല്ല ഒന്നൊന്ന് ഒട്ടിപ്പിടിക്കാതെ വേണ്ട, സൂപ്പറായിട്ട്. ചക്കക്കുരു ഭയങ്കര ടേസ്റ്റായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.